പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 55-ാം വചനം. ഇസ്രായേൽ മക്കൾ എനിക്ക് ദാസന്മാരാകുന്നു, അവർ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. Leviticus chapter 25 verse 55. For the Israelites belong to me as servants. They are my servants whom I brought out of Egypt. I am the Lord your God. Amen. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവം പറയുന്നു, അവർ എനിക്ക് ദാസന്മാർ, മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ. പ്രിയ ദൈവമക്കളെ, നാം ഓരോരുത്തരും ഇന്നും ആത്മീയ ഇസ്രായേലരായ നാമം ദൈവത്തിൻ്റെ ദാസന്മാരാകുന്നു. സ്തോത്രം. അതെ, യേശു കർത്താവ് ഒരു ഉപമ പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, 5 താലന്ത് കൊടുത്ത മനുഷ്യൻ വീണ്ടും 5 താലന്ത് കൂടെ നേടിയപ്പോൾ അദ്ദേഹത്തോട് യജമാനൻ പറയുന്നൊരു വാക്ക്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് നീ അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും. യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. അതെ, ഈ നാളുകളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നല്ലവരും വിശ്വസ്തരുമായ ദാസരായി മുന്നേറുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാം. നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മാലാവത് നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ മിസ്രയീം ദേശത്തു നിന്ന് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസന്മാർ. നമുക്കറിയാം, മിസ്രയീം ദേശത്ത് ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നു, മിസ്രയീമ്യർക്ക് ദാസന്മാരായിരുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൽ 23, 24, 25 വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. Praise the Lord. Exodus chapter 2 verse 23, 24, 25. Praise the Lord. During that long period, the king of Egypt died. The Israelites groaned in their slavery and cried out, and their cry for help because of their slavery went up to God. God heard their groaning, and he remembered his covenant with Abraham, with Isaac, and with Jacob. So God looked on the Israelites and was concerned about them. Praise the Lord. അപ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അവർ അനുഭവിച്ച അടിമവേല നിമിത്തം അവരുടെ നെടുവീർപ്പ്, അവരുടെ നിലവിളി ആമേൻ ദൈവസന്നിധിയിലെത്തുന്നു. ദൈവം അവരെ ഓർക്കുന്നു, ദൈവം അവരെ കടാക്ഷിക്കുന്നു, ദൈവം അവരെ അറിഞ്ഞു. എന്നിട്ട് മരുഭൂമിയിലായിരിക്കുന്ന മോശയോട് ദൈവം സംസാരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. സ്തോത്രം. അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ആമേൻ സ്തോത്രം 7, 8, 9 വചനങ്ങളിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. അവരെ ആമേൻ സ്തോത്രം നല്ലതും വിശാലമായ ദേശത്തേക്കും അവരെ വിടുവിപ്പാനും ആ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. 9-ാം വചനത്തിൽ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം. അത് കണ്ട ദൈവം ആമേൻ സ്തോത്രം മോശയെ ആ ജനത്തിൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. മോശെ മുഖാന്തരം ആമേൻ ഇത്രയും ലക്ഷത്തോളം ഇസ്രായേൽ മക്കളെ ആ അടിമത്വത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആമേ 430 വർഷങ്ങളായുള്ള അടിമത്വത്തിന് പുറത്തു കൊണ്ടുവന്നു. അവരെ സ്വതന്ത്രരാക്കി. സ്തോത്രം. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ 55-ാം വചനം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവരിപ്പോൾ അടിമകളല്ല,
അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറിക്കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. എന്നാൽ അവർ ഇപ്പോൾ ആരാ? ദൈവത്തിൻ്റെ ദാസന്മാരാ. സ്തോത്രം. മിസ്രൈം എന്നത് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ദാസന്മാരാ. സ്തോത്രം. എന്നാൽ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, ദൈവത്തോട് ചോദ്യം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ട് അനേകർ മരുഭൂമിയിൽ പട്ടുപോകുവാനിടയായി തീർന്നു. ദൈവം മിസ്രൈമ ദേശത്ത് നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിച്ചു കൊണ്ടുവന്നു എന്നോ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് യൂദാ എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടത ദൈവം കാണുന്നു, നമ്മുടെ സങ്കടങ്ങളെ ദൈവം അറിയുന്നു, നമ്മുടെ നിലവിളി ദൈവം കേൾക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ശത്രു ഞെരുക്കുന്ന ഞെരുക്കവും കർത്താവ് അറിയുന്നു. സ്തോത്രം. നമ്മെ വിടുവിപ്പാനും നമ്മെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുചെല്ലുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മെ സ്വർഗരാജ്യത്തിലേക്കും നമുക്കുള്ള പ്രവേശനം ഉണ്ടാകുവാനും കർത്താവ് നമ്മെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. സ്തോത്രം. എന്നാൽ വിടുവിച്ച ശേഷം നാം വീണ്ടും അടിമത്തത്തിൽ കുടുങ്ങിപ്പോകാതെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 20, 21, 22 വചനങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ പാപത്തിന് ദാസന്മാരായി തീർന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. Amen. Praise the Lord. Romans chapter 6 verse 21, 22 and 23. Amen. Stotram. 20, 21, 23. Amen. Stotram. Stotram. When you were slaves to sin, you were free from the control of righteousness. What benefit did you reap at that time from the things you are now ashamed of? Those things result in death. But now that you have been set free from sin and have become slaves of God, the benefit you reap leads to holiness and the result is eternal life. അപ്പോൾ മിസ്രൈം ദേശത്ത് ഇസ്രായേൽ മക്കൾ ഈ കഷ്ടം അനുഭവിച്ചപ്പോൾ അതേ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വചനത്തിൽ വായിക്കുന്നു. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ചുള്ള കഠിന പ്രവൃത്തിയാലും അവരെ കൊണ്ട് കാഠിന്യത്തോടെ ചെയ്യിച്ച സകല പ്രയത്നത്താലും അവർ അവരുടെ ജീവനെ കൈപ്പാക്കി. സ്തോത്രം. ഭൂമിയിലെ അടിമത്വത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവനെ അവർ കൈപ്പാക്കി. ഹല്ലേലൂയ. കൈപ്പുള്ളൊരു ജീവനം അവർ കഴിക്കേണ്ടി വന്നു. എന്നാൽ ദൈവത്തിന് ദാസന്മാരായി നാം തീരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലമോ വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. നിത്യകാലമായി കൈപ്പോടെയുള്ള ജീവിതമല്ല. അമ്മയെ സ്തോത്രം. നിത്യസന്തോഷത്തോടെ, നിത്യസമാധാനത്തോടെ, നിത്യസ്വസ്ഥതയോടെ നിത്യജീവനിലേക്ക് ദൈവത്തിന് ദാസന്മാരായി നാം ജീവിക്കുമ്പോൾ നമ്മെ അത് നയിക്കുവാനിടയായിത്തീരും. ഈ നാളുകളിൽ സ്തോത്രം ശത്രുവിൻ്റെ നുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകാതെ വണ്ണം, പാപത്തിൻ്റെ നുഖത്തിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്നും യേശു കർത്താവ് പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്നു. സ്തോത്രം. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് രഹിമം പോലെ വെളുപ്പിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ആ യേശു ക്രിസ്തു വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനായി ഹൃദയം സമർപ്പിക്കുക. ഇന്ന് നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരിൽ ഇരിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നിങ്ങളെ വിടുവിക്കും, നിങ്ങളെ രക്ഷിക്കും. സ്തോത്രം. എന്നാൽ ഒരിക്കൽ പാപത്തിൻ്റെ ദാസന്മാരായി തീർന്ന ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നവർ ഇപ്പോൾ വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിയിരിക്കുകയാണോ? പാപത്തിൻ്റെ ദാസന്മാരായി തീർന്നുകൊണ്ട് ലോകത്തിൻ്റെ സ്തോത്രം മോഹങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുകയാണോ? എന്നാൽ വീണ്ടും നമ്മുടെ അവസാനം മരണമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെയല്ല പ്രിയമുള്ളവർ. സ്തോത്രി നാളുകൾ ദൈവത്തിൻ്റെ ദാസന്മാരായി ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് അത് പ്രമാണിച്ചും ദൈവവഴിയിൽ തന്നെ നടന്ന് വിശുദ്ധീകരണവും നിത്യജീവനം പ്രാപിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഈ വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതേ നാഥ കർത്താവ്, ഞങ്ങളെ പാപത്തിൻ്റെ ദാസന്മാരായി തീർന്നിരുന്ന ഞങ്ങളെ വീണ്ടും ഞങ്ങൾക്കടുത്ത് രക്ഷിച്ച് ഞങ്ങളെ വിടുവിച്ച് അങ്ങയുടെ ദാസന്മാരായി മാറ്റിയിരിക്കുമ്പോൾ ഈ നാളുകൾ അങ്ങയുടെ കൽപ്പനകളനുസരിച്ച് അങ്ങയുടെ വാക്കുകളെ
കൽപ്പനകളെ പ്രമാണിച്ച് അങ്ങയുടെ കർത്താവ് ഹിതം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഇവിടെയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി കർത്താവ് ദൈവഭയത്തോടെ വിശുദ്ധിയെ തികച്ച് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ഞങ്ങളെ ഏവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ അതിനായി പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.